ഈശോയിലേക്കും പ്രിയപ്പെട്ട പിതാവ്, പ്രിയമാനപ്പെട്ട വിചാരിച്ച അച്ഛന്മാരെ, മാതാപിതാക്കളെ, സമർപ്പിതരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ധാരാളം പേര് നിൽക്കുന്നത് കൊണ്ടുകൂടെ ഞാൻ വളരെ വേഗത്തിൽ ഒന്ന് രണ്ട് ചിന്തകൾ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം. നമ്മളുടെ ഇന്നത്തെ തിരുക്കർമ്മത്തിൻ്റെ ഹോശാനയുടെ ആഘോഷമായ ആമുഖ പ്രാർത്ഥനകളെല്ലാമാണ് നമ്മൾ ചൊല്ലിയത്. ആഘോഷമായ സപ്രാ നമസ്കാരം, പരിശുദ്ധ കുർബാനയുടെ ആദ്യ ഭാഗം, തുടർന്ന് സുവിശേഷ പ്രസംഗവും ഗുരുത്തോല വെഞ്ചരിപ്പും, അതേ തുടർന്ന് നമ്മൾ ദേവാലയത്തിലേക്ക് പോയി കാറോസൂസ പ്രാർത്ഥന ആരംഭിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാന തുടരുകയാണ്. ഇന്നത്തെ പ്രാർത്ഥനയെല്ലാം സങ്കീർത്തനങ്ങളാണ്. സപ്രാ നമസ്കാരം ഓരോ നല്ല യഹൂദ വീട്ടിലും മാതാപിതാക്കളും മക്കളും മരുമക്കളും ചെറുമക്കളുമെല്ലാം ഒന്നിച്ചിരുന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ഗീതങ്ങളാണ് ആ പ്രാർത്ഥനകളെല്ലാം. പരിശുദ്ധ ബെനഡിക്ട് പിതാവ് ഒരിക്കൽ പറയുകയുണ്ടായി, നസ്രത്തിലെ വീട്ടിൽ വെച്ച് ഉണ്ണിയെ മടിയിലിരുത്തി മറിയവും യോസേപ്പും പഠിപ്പിച്ച പ്രാർത്ഥന ഈ സങ്കീർത്തനങ്ങളായിരുന്നു എന്ന്. സങ്കീർത്തനങ്ങൾ നമ്മളുടെ പ്രാർത്ഥനകളാണ്, സഭയുടെ പ്രാർത്ഥനകളാണ്. അത് പ്രഭാത നമസ്കാരവും സന്ധ്യാനമസ്കാരവുമാണ്, എല്ലാ യാമങ്ങളിലെയും പ്രാർത്ഥനകളുമാണ്. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാൻ ഉപയോഗിക്കുന്ന പ്രാർത്ഥനകളാണല്ലോ സങ്കീർത്തനങ്ങൾ. ആ സങ്കീർത്തനങ്ങളിലൂടെ കടന്നുപോയി നമ്മളുടെ ജീവിതത്തെ പരിശോധിക്കുവാൻ നമുക്ക് കിട്ടിയ വലിയൊരു അവസരമാണ് ഈ ഹോശാനയുടെ ആഘോഷമായ സപ്രാ നമസ്കാരം. പെസഹ വ്യാഴാഴ്ച ബലിയർപ്പിക്കുവാനുള്ള മൃഗങ്ങളെയെല്ലാം, കഴുതയുടെ സാധനങ്ങളെയെല്ലാം കഴുതയുടെ പുറത്ത് കയറ്റി ജെറുസലം ദേവാലയത്തിലേക്ക് ഭക്തജനങ്ങൾ കൊണ്ടുവന്നിരുന്ന ഒരു വലിയ പാരമ്പര്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. യഹൂദന്മാരുടെ ചരിത്രം ഏറ്റവും കൂടുതൽ ഒരു പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുന്നു എന്നുള്ളതാണല്ലോ. അങ്ങനെ ഒരു കീഴ്വഴക്കമാണ് പള്ളിയിൽ ജെറുസലം ദേവാലയത്തിൽ കൊടുക്കേണ്ട കാഴ്ചവസ്തുക്കളെല്ലാം കഴുതപ്പുറത്ത് കയറ്റി പള്ളിയിൽ കൊണ്ട് എത്തിക്കണം. അത് ഈ ഞായറാഴ്ച മുതൽ ആരംഭിച്ച് പെസഹായുടെ ദിവസമാകുമ്പോൾ ദേവാലയ അങ്കണം ജെറുസലം മുഴുവനും നിറഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അന്നുവരെ എല്ലാവരും കണ്ടിരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈശോ രണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ജെറുസലമിന് പുറത്തേക്ക് പോയി കഴുതയെ അഴിച്ച് കൊണ്ടുവരണം. ജെറുസലമിന് പുറത്തേക്ക് പോകുന്ന ആ ശിഷ്യന്മാർ ജെറുസലമിൻ്റെ വലിയ ഒരു ആത്മീയ ചിന്ത നൽകുന്നുണ്ട്. എല്ലാ സഭകളും ജന്മമെടുത്തത്, എല്ലാ ക്രിസ്തീയ ആധ്യാത്മികതയും രൂപം കൊണ്ടത് ജെറുസലത്തു നിന്നാണ്. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞ രണ്ട് വാക്കുകൾ, നിങ്ങൾ വരിക, നിങ്ങൾ പോകുക. യു കം ആൻഡ് യു ഗോ. ഇതാണ് സുവിശേഷത്തെ ഏറ്റവും ആധികാരികമായിട്ട് രണ്ട് വാക്കുകളിൽ ചുരുക്കിയിരിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിലും നമ്മൾ കാണുന്നത് ഈശോ രണ്ടുപേരോട് പറഞ്ഞു, നിങ്ങൾ പോകുക, ജെറുസലമിന് പുറത്തേക്ക് പോകണം. ജെറുസലത്തിൽ നിന്ന് ഒരു ദൈവവിളി മറ്റുള്ളവർക്കുണ്ട്, വിജാതീയർക്കുണ്ട്, പുറജാതികൾക്കുണ്ട് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ പുറത്തേക്ക് പോകുന്ന ആ ശിഷ്യന്മാർ ജെറുസലം എന്നും കാത്തു സൂക്ഷിക്കുന്ന ആ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ അടയാളമാണ്. അവർ പോയി ആ കഴുതയെയും കുട്ടിയെയും കൊണ്ടുവന്നു. അവർ
ജെറുസലത്തിന് പുറത്ത് വിജാതീയരുടെ അടുത്ത് ചെന്ന് ദൈവത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞ് സാധിച്ച് നേടി വരികയാണ്. അങ്ങനെ നേടി വന്ന അവസരത്തിൽ ഈശോ ആ കഴുതയുടെ പുറത്ത് കയറി ഇരിക്കുകയാണ്. പുറത്ത് കയറി ഇരിക്കുന്ന ഈശോ, കഴുതയുടെ പുറത്ത് കയറിയിരിക്കുന്ന ഈശോ ആ വിജാതീയ സിദ്ധാന്തങ്ങളെയെല്ലാം തൻ്റെ കാലിൻ്റെ കീഴിൽ കൊണ്ടുവരുന്ന വലിയൊരു പ്രഘോഷണമാണ് അവിടെ നമുക്ക് നൽകുന്നത്. അങ്ങനെയാണ് ഓശാന ദിവസം കർത്താവ് വലിയൊരു ദൈവശാസ്ത്ര ആധ്യാത്മിക ചിന്ത നമുക്ക് നൽകിക്കൊണ്ട് ജെറൂസലമിന് പുറത്തേക്ക് ആളുകളെ വിട്ട് ജെറൂസലമിന് ഒരു ദൈവവിളിയുടെ മാധുര്യം പകർന്നു നൽകിക്കൊണ്ട് ആ കഴുതയുടെ പുറത്ത് കയറി യാത്ര ചെയ്യുകയാണ്. ഓശാന ദിവസം നമുക്കറിയാം, ആ സുവിശേഷ തിരുവചനങ്ങൾ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ അതിൻ്റെ എല്ലാം ഉള്ളിലൊരു കരച്ചിലുണ്ട്, ഒരു തേങ്ങലുണ്ട്, ഒരു വിങ്ങിപ്പൊട്ടലുണ്ട്, നെടുവീർപ്പെടലുണ്ട്. ബാഹ്യമായിട്ട് അത് ആഘോഷമായിട്ട്, ആർപ്പുവിളിയായിട്ട്, പെരുന്നാളായിട്ട് ഒക്കെ കാണുന്നെങ്കിലും അതൊരു മരണ യാത്രയാണ്, മരിച്ചടക്കിൻ്റെ ഒരു യാത്രയാണ്. വളരെ പ്രത്യക്ഷത്തിൽ നമുക്കത് തോന്നുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മരണത്തിൻ്റെ ഒരു നിഴല് ആ ചടങ്ങുകളുടെ എല്ലാം ഉള്ളിലുണ്ട്, ആ വായനകളുടെ എല്ലാം ഉള്ളിലുണ്ട്. ഇന്നും നമ്മൾ ഓശാന ആഘോഷിക്കുമ്പോൾ ഈശോ കുരിശിൽ മരിക്കാൻ പോകുന്ന ആ ഒരു വലിയ രക്ഷാകര പ്രവൃത്തിയുടെ ഒരു അടയാളമായിട്ടാണ് ഇവിടെ നമ്മളും സഭ ഇന്ന് ഓശാന തിരുനാൾ ആഘോഷിക്കുന്നത്. ഞാൻ 2 തിരുവചനങ്ങളെക്കുറിച്ച് മാത്രമേ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നുള്ളൂ. ജെറുസലത്തേക്ക് ചെന്ന് കയറിയപ്പോൾ ജെറുസലം ഇളകി വശാകുന്നു. അവിടെ സുവിശേഷകന് ഒരു ചെറിയ വാക്ക് ഗ്രീക്ക് ഭാഷയിൽ സെയ്യോ, SEIO, സെയ്യോ എന്ന് പറഞ്ഞാൽ ഇളക്കി മറിക്കുക എന്നാണ്. ഏതൊരു നല്ല കാര്യത്തിനും ഒരു ഉഴുതുമറിക്കൽ ആവശ്യമാണ്. ഈശോ ജെറുസലത്തേക്ക് ചെന്നപ്പോൾ ജെറുസലം മുഴുവനും ഇളകി വശായി. എന്തോ പുതിയ ഒരു മാറ്റം വരുന്നത് പോലെ, പുതിയ ഒരു ശൈലിക്ക് രൂപം കൊടുക്കുന്നത് പോലെ, നാളിതുവരെ ഉണ്ടായിരുന്ന